അത്ഭുത സിദ്ധിക്ക് വേണ്ടി ഒരാൾ വനത്തിൽ പോയി ഉഗ്ര തപസ് അനുഷ്ഠിക്കും. അങ്ങനെ തപസ് അനുഷ്ഠിച്ച അയാൾ ദൈവത്തെ സംതൃപ്തനാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്നും വരദാനായിട്ട് തപസ് ചെയ്തതിൻ്റെ ശക്തി അവന് കിട്ടും. അങ്ങനെ തപസ്സിൻ്റെ ശക്തി നേടിക്കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നാട്ടിലോട്ട് നടക്കുവാണ്. അങ്ങനെ നാട്ടിലോട്ട് നടന്ന് പോകുന്ന വഴിക്ക് കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഒരു മരത്തിൻ്റെ ചോട്ടിൽ അയാൾ ഇരിക്കുമ്പം അയാളുടെ തലയിൽ ഒരു കാക്ക വന്ന് കാഷ്ടിക്കും. അപ്പോൾ ഇയാൾക്ക് തപസ് ചെയ്ത ശക്തിയുണ്ട്. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരും. ദേഷ്യം വന്ന് കോപിഷ്ഠനായ അയാൾ ആ കാക്കയെ ഭസ്മമാക്കും, ചാരമാക്കി കളയും. സ്വന്തം തപസ്സിൻ്റെ ശക്തി കൊണ്ട്. അങ്ങനെ അയാൾ നാട്ടിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് അയാൾക്ക് വിശക്കും. അപ്പോൾ ഒരു വീട് കാണും ദൂരത്തായിട്ട്. ആ വീടിൻ്റെ അടുത്തോട്ട് ഇയാൾ നടന്നു ചെല്ലുമ്പോൾ ആ വീടിൻ്റെ വാതിക്കലൊന്നും ആരെയും കാണത്തില്ല. അപ്പം ഇയാൾ ഒച്ചത്തിൽ വിളിക്കുന്ന കേട്ടിട്ട് ആരും വരുന്നുമില്ല. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് ഇയാൾ ഒന്നുകൂടെ ഒച്ചത്തിൽ വിളിക്കും. അങ്ങനെ അയാൾ 2-3 പ്രാവശ്യം ഒച്ചത്തിൽ വിളിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ അകത്ത് എന്ന് പറയും, ഞാൻ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കണമെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, പുറത്തോട്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറയും, ഇങ്ങോട്ട് വരാൻ പറയും. അപ്പം അകത്ത് നിന്ന് ആ സ്ത്രീ പറയും, അല്ലെങ്കിൽ എന്തെടുക്കും, എന്നെ നിങ്ങൾ കാക്കയെ ഭസ്മമാക്കിയ പോലെ ചാമ്പലാക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നടക്കത്തില്ലെന്ന് പറയും. അപ്പം ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. ഇയാളുടെ കാര്യം എങ്ങനെ ആ സ്ത്രീ അറിഞ്ഞെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു ആകാംക്ഷ തോന്നും. അങ്ങനെ ഇയാൾ കുറച്ച് നേരം കൂടെ ആ സ്ത്രീ വരുന്നവരവിടെ നിൽക്കും. അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് പറയും, എനിക്ക് തപസ് ചെയ്ത ശക്തിയല്ല ഉള്ളത്, എനിക്ക് എൻ്റെ അമ്മയെ സംരക്ഷിച്ചിട്ടുള്ള വീട്ടുകാരെ നോക്കിയിട്ടുള്ള ശക്തിയാണ് എനിക്കുള്ളതെന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ ഇയാളിത് കേട്ടിട്ട് സ്തംഭിച്ചു പോകും. എന്നിട്ട് അയാൾ തിരിച്ച് നാട്ടിലോട്ട് നടന്ന് അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ശക്തി അത് തപോബലത്തെക്കാട്ടിലും വലുതാണ്. നമ്മൾ വർഷങ്ങൾ തപസ് ചെയ്ത് ദൈവത്തെ തൊഴുത് പ്രാർത്ഥിച്ച് നേടുന്ന സിദ്ധിയെക്കാട്ടിലും വലുതാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് നേടുന്ന ശക്തികൾ. അതാണ് ഏറ്റവും വലുത്. അപ്പം നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്, ആ ഒരു ജോലി, എന്ത് ജോലിയാണെങ്കിലും, വീട്ടുകാരെ സംരക്ഷിക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ അത്, നിങ്ങളുടെ കർമ്മം എന്താണേലും അത് മനസ്സിലാക്കി മുഴുവനായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തപസ്സിനെക്കാട്ടിലും വലിയ ശക്തി, തപസ്സിലൂടെ ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ചെയ്യുന്നത് വഴി ലഭ്യമാവുന്നതാണ്. അപ്പം ഒരു കൊച്ചു കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് കർമ്മം ചെയ്ത് കിട്ടുന്ന ഫലത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.